ഇൻ 2026 കംപ്ലീറ്റ്ലി ഒരു മാജിക് അല്ലെങ്കിൽ നമ്മളൊരു ആർട്ടിഫിഷ്യൽ ലോകത്താണ് ജീവിക്കുന്നത് തോന്നില്ലേ? യെസ്, ഓഫ് കോഴ്സ്. നെക്സ്റ്റ് ഒരു 10 years കഴിയുമ്പോഴത്തേക്ക് ഐ ഡോണ്ട് നോ ഹൗ മെനി AI വിൽ ലോഞ്ച്. അക്കോർഡിംഗ് ടു 2025 ഇൻ 2026 ഏകദേശം 14,000-ഓളം ആക്റ്റീവ് AI ആണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് 14,000 AI കാര്യങ്ങളൊക്കെ ഓൾറെഡി ലോഞ്ച് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 68% AI ആണ് ഇപ്പോഴും നമ്മുടെ വേൾഡ് അറൗണ്ട് യൂസ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഫ്യൂച്ചർ എത്രമാത്രം അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കൂടുകയോ കുറയോ അല്ലെങ്കിൽ എത്രമാത്രം ഇത് അഡ്വാൻറ്റേജ് ആവുമോ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. നിങ്ങൾക്കറിയാം ഇപ്പൊ എത്രമാത്രം അഡ്വാൻസ് ആയി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. നമുക്ക് ഒരിക്കലും ഒരു റേസ് വെച്ചിട്ടുണ്ടെങ്കിൽ AI മുന്നിലെത്താനായിട്ട് പറ്റില്ല. ബട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ചെയ്യുന്ന ജോബിൽ നമുക്ക് കെയർ ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇത് പോവാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും. സോ നെക്സ്റ്റ് 5 to 10 years നിങ്ങൾ ഈ ഒരു സ്കില്ല് മാത്രം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇതിനകത്തോടെ പിടിച്ചിരിക്കാൻ പറ്റുന്നതായിരിക്കും. അതായത് എങ്ങനെ പ്രോപ്പറായിട്ട് എല്ലാ കാര്യം ചെയ്യാം. നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ട ജോബ് തന്നെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ജസ്റ്റ് ഈ 5 സ്കിൽസ് മാത്രം പഠിച്ചാൽ മതി. നിങ്ങൾക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഒരു സ്കില്ല് പോലും കാണില്ല ചിലപ്പോ. നിങ്ങൾക്ക് എന്തായാലും ഗൈസ് കൺഗ്രാചുലേഷൻസ്. സോ നമുക്ക് നേരെ വീഡിയോട്ട് പോകാൻ. വീട്ടിൽ പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെന്ന് ഉറപ്പുവരുത്തുക. ദെൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇങ്ങനെ അഭിപ്രായങ്ങൾ കമന്റ് ആക്കേണ്ട മറക്കണ്ട. ഐ വിൽ റിപ്ലൈ ഓൾ ദ കമന്റ്സ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ബ്രാൻഡ് ന്യൂ വീഡിയോ. ഫസ്റ്റ് വൺ ഈസ് കമ്മ്യൂണിക്കേഷൻ. ഈ ഒരു സ്കിൽ ബേസ് തന്നെ ഏറ്റവും വേണ്ട സംഭവമാണ് കമ്മ്യൂണിക്കേഷൻ. നിങ്ങൾ ഏതൊരു ഫീൽഡിലായിക്കോട്ടെ, ലൈക്ക് നിങ്ങൾ ടെക്കി ആണോ, അതായത് കോണ്ടന്റ് ക്രിയേറ്റർ ആണോ, അല്ലെങ്കിൽ നിങ്ങൾ ടീച്ചർ ആണോ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റുഡന്റ് ആണോ, ഓർ എനിത്തിങ് ഗൈസ്, നിങ്ങൾ ആരും ആയിക്കോട്ടെ, നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വെച്ച് തന്നെ അത്യാവശ്യം ചെയ്യാനായിട്ട് പറ്റും. ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ടോക്ക് മാത്രമല്ല, നമ്മുടെ ഐ കോണ്ടാക്ട്, അതുപോലെ നമ്മൾ നിൽക്കുന്നത്, എല്ലാ സംഭവം. ലൈക്ക് ഇന്റർവ്യൂവിന് പോയാൽ തന്നെ അവിടെ നമുക്ക് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജോലി കിട്ടാനായിട്ട് പോകുന്നുള്ളൂ. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ പരീക്ഷയ്ക്ക് ഓരോ സംഭവങ്ങൾ കാണാതെ പഠിക്കുന്നുണ്ട്. അതായത് നമ്മൾ ജയിക്കാൻ വേണ്ടി ഫുൾ മാർക്ക് വാങ്ങിക്കാനായിട്ട് ഓരോ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ നമ്മൾ കാണാപ്പാഠം പഠിക്കുന്നുണ്ട്. അതിനായിട്ട് നമുക്കറിയാം ഈ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ഈ കാണാപ്പാഠം പഠിച്ച സംഭവം എഴുതിയാൽ മതി, നമുക്ക് എന്തായാലും അതിന് ഫുൾ മാർക്ക് കിട്ടും. ബട്ട് ഇതേ സംഭവം നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ ഫീൽഡിൽ അപ്ലൈ ചെയ്താൽ 100% ഗൈസ് നിങ്ങളെ തന്നെ ഡിസ്ട്രോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ രൂപത്തിൽ കണ്ട ആ ഒരു ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ നമ്മൾ ഓൾറെഡി നമുക്ക് അറിയാം. അതായത് നമ്മൾ ഓൾറെഡി എത്രയും തവണ കണ്ടിട്ടുണ്ട് സബ്ജക്റ്റിലൊക്കെ. ബട്ട് നമ്മൾ റിയൽ ലൈഫിൽ അത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ റിയൽ ലൈഫിൽ മീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് പലതരത്തിലുള്ള ആൾക്കാരായിരിക്കും. ലൈക്ക് നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം, നിങ്ങൾ ജീവിതത്തിൽ എത്ര ആൾക്കാരെ കണ്ടുകൊണ്ടായിട്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എത്ര ഇന്റർവ്യൂവിന് പോകാനായിട്ട്. സോ ഇതൊക്കെ നിങ്ങൾ എന്താണ് കാണാപ്പാഠം പഠിച്ചുകൊണ്ട് ഒരിക്കലും ചെയ്യാണ്ട് പറ്റില്ല. ഇപ്പൊ നിങ്ങൾ ഇന്റർവ്യൂവിന് ഒരു ക്വസ്റ്റ്യൻ ആൻസർ കാണാപ്പാഠം പഠിച്ച് ഒരാളുടെ ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ മറുപടി പറയും, ഞാൻ അതൊക്കെ നമ്മൾ മൈൻഡിൽ വെച്ചുകൊണ്ട് പോകും. നിങ്ങൾ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എല്ലാം പോകും. ജസ്റ്റ് അവർ നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾക്ക് ടെൻഷൻ അടിച്ചെങ്കിൽ ഇരിക്കാൻ തുടങ്ങും. അതായത് ഞാൻ എന്ത് പറയും എന്നൊക്കെ നിങ്ങൾ ഓൾറെഡി മനസ്സിലാക്കുക, ഒരു ടെൻഷൻ വന്ന് കാണും. ഇപ്പൊ ഇന്റർവ്യൂവിൽ 1-on-1 കോൺവെർസേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ കുറച്ചുപേര് കാണും, നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കും. അപ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ കാണാപ്പാഠം പഠിച്ച ഉത്തരം പറഞ്ഞാൽ ഗൈസ് നിങ്ങൾ അപ്പോൾ തന്നെ ഡിസ്ക്വാളിഫൈ ആവുന്നതായിരിക്കും. കാരണം അവിടെ നമ്മൾ ടോക്ക് ചെയ്യാനുള്ളത് നമ്മുടെ മൈൻഡിൽ നിന്നുള്ള കാര്യങ്ങളിലാണ്. ലൈക്ക് കോൺഫിഡന്റ്, നമുക്ക് എന്തായാലും അവർ ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം പറയാനായിട്ട് പറ്റിയിരിക്കും. യെസ്, ആ ഒരു കോൺഫിഡൻസ് ഒക്കെ വേണം. നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു കാര്യം, അതായത് കോപ്പി അടിച്ചിട്ട് പരീക്ഷയ്ക്ക് എഴുതുപോലെ നമ്മൾ ഒരിക്കലും റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യരുത്. ഇപ്പൊ ഞാൻ ഒരാളുടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഇതൊക്കെയാണെങ്കിൽ ചോദിക്കുന്നതൊക്കെ ഞാൻ കാണാപ്പാഠം പഠിച്ചുകൊണ്ട് പോയാൽ ഞാൻ അവിടെ മീറ്റ് ചെയ്യുന്ന പീപ്പിൾസ് ഞാൻ പോലും ചിന്തിക്കാത്ത ആൾക്കാരായിരിക്കും. ചിലപ്പോൾ എന്നെക്കാളും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിരിക്കും എൻ്റെ അടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഓൾറെഡി നമ്മളെ ഇന്റർവ്യൂവിന് ചെല്ലുമ്പോഴത്തേക്ക് അവർ ചോദ്യങ്ങളും നമ്മൾ പഠിച്ച ഉത്തരങ്ങളും ഡിഫറെന്റ് ആണ്. നമ്മൾ ആ ടൈമിൽ നമ്മുടെ മനസ്സിൽ നിന്നായിരിക്കണം ഓരോ കാര്യങ്ങൾ വരാനായിട്ട് പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക സിമ്പിൾ ആണ് ഗൈസ്. ജസ്റ്റ് രാവിലെ എണീക്കുക, ഒരു കണ്ണാടി ഉണ്ടല്ലോ, ചെന്ന മുമ്പിൽ അങ്ങ് ഇരിക്കുക, ഞാൻ ഈ സംഭവമാണ്. അതൊക്കെ നിങ്ങൾ പ്രോപ്പർ ആയിട്ടുണ്ട് നിങ്ങളുടെ ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങൾ പറയാം. അതാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റുന്നത്. സോ നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുക, ഡെയിലി 10-15 മിനിറ്റ് ട്രെയിനിങ് ചെയ്യുക. ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊന്നും റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ പേടിക്കുന്നത് വേണ്ട. സോ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ ഏതൊരു ജോബിനായാലും, നിങ്ങൾ ഏതൊരു കാറ്റഗറി പെട്ട ആളിലും, നിങ്ങൾ ലൈഫിൽ എത്രയോ പീപ്പിൾസ് നിങ്ങൾ മീറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. സോ അതൊക്കെ നിങ്ങൾ ആലോചിച്ചിട്ട് കമ്മ്യൂണിക്കേഷൻ മെയിൻ ആയിട്ട് ഒരു സ്കിൽ രൂപത്തിൽ കൊടുക്കുക, അതിനുശേഷം നിങ്ങൾ പഠിക്കുക. ആൻഡ് ദ സെക്കൻഡ് സ്കിൽ ഈസ് റൈറ്റിംഗ്. സോ എനിക്ക് പേഴ്സണൽ റൈറ്റ് സ്കിൽ ഉണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഫ്കോഴ്സ് ഞാൻ പറയും എനിക്ക് റൈറ്റിംഗ് സ്കിൽ ഇല്ല. കാരണം ദ മെയിൻ തിങ് ഈസ് ChatGPT, ജെമിനി പോലുള്ള AI ടൂൾസ് ആണ് എനിക്ക് റൈറ്റ് സ്കിൽ ഇല്ലാത്തത്. നിങ്ങൾക്ക് എത്ര പേർക്ക് പ്രോപ്പറായിട്ട് റൈറ്റ് സ്കിൽ ഉണ്ട്? അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഇമെയിൽ അയക്കാൻ നേരത്ത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തിങ്ക് ചെയ്തിട്ട് ഒരു ഇമെയിൽ അയക്കാൻ പറ്റുമോ? എന്നോട് ചോദിച്ചാൽ എനിക്ക് പേഴ്സണലി പറ്റില്ല. ഞാൻ അപ്പോൾ തന്നെ ChatGPT സഹായം തേടും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു AI ടൂളിന്റെ സഹായത്തോടെ തേടും. അതിനുശേഷം ഞാൻ പറയും എനിക്ക് ഇന്നാൾക്ക് ഇമെയിൽ വേണം, ഇതാണ് കാറ്റഗറി, ഇന്ന സംഭവമാണ് എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു ഫോർമാറ്റ് ഫുള്ളായിട്ട് എനിക്ക് എന്താണ് ആ ChatGPT സെൻഡ് ചെയ്ത് തരും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചെയ്തെങ്കിൽ കമന്റ് ആക്കേണ്ട മറക്കണ്ട, ഇപ്പൊ തന്നെ കമന്റ് ആയിരിക്കും. ഗൈസ്, ദിസ് ഈസ് ദ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക്. അതായത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് ആണ്
ഈ ഒരു എ ഐ വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജും അതിലുപരി ഡിസഡ്വാൻറ്റേജും മെയിൻ ആയിട്ടുള്ളത്. ഈ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെയാണ്. ഈ ഒരു റൈറ്റിംഗ് സ്കില്ല് പോലും നമുക്കില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമുക്ക് പേഴ്സണലി ഇപ്പോൾ ഒരാൾ ഒരുപാട് ലെറ്റേഴ്സ്, ഇപ്പോൾ നമ്മൾ ബാങ്കിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഒരുപാട് പ്രായമുള്ള ആൾക്കാരൊക്കെ നമ്മൾ ചെന്നിട്ട് പറയും എന്താ ലെറ്റേഴ്സ് ഒക്കെ ഒന്ന് പൂരിപ്പിച്ച് തരാൻ പറ്റും ചോദിക്കും. അപ്പം നമ്മൾ വായിക്കും, എന്താ സംഭവം എന്നുള്ളത് നമുക്കറിയില്ല. ജസ്റ്റ് ഫോട്ടോ എടുക്കും, ChatGPT ചോദിക്കും, നമ്മൾ എഴുതും. ദിസ് ഇസ് ദ മെയിൻ തിങ് ഗൈസ്. നമ്മളെ തന്നെ ഈ ഒരു കാലത്ത് ഡിസ്ട്രോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ജസ്റ്റ് ഇതൊക്കെ പഠിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. ഗ്രാമർ മിസ്റ്റേക്ക് വരെ ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നിങ്ങളൊരു ജോബിന് അപ്ലൈ ചെയ്യാനായിട്ട് ഓൺലൈൻ വഴി റെസ്യൂമെ അയക്കുകയാണ്, അത് നിങ്ങൾ ജിമെയിൽ വഴി റെസ്യൂമെ അയക്കുകയാണ്. അപ്പൊ നിങ്ങൾ ആ ഒരു കമ്പനിയുടെ പേരും സബ്ജക്റ്റും എല്ലാം നിങ്ങൾ ആ ഒരു എ ഐക്ക് ടൈപ്പ് ചെയ്ത് വിടും. എന്നിട്ട് എ ഐയോട് പറയും എനിക്ക് ഇന്ന സംഭവത്തിലേക്ക് ജോലിക്കുള്ള അപേക്ഷ തയ്യാറാക്കാൻ പറയും. അങ്ങനെ എ ഐ തയ്യാറാക്കി നിങ്ങളെ നേരെ കോപ്പി ചെയ്യും, പേസ്റ്റ് ചെയ്യും, സെൻഡ് ചെയ്ത് കൊടുക്കും. ഇതിന്റെ മെയിൻ പ്രോബ്ലം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവം അവരിൽ എത്തുമ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലാവും ഇത് ഫുൾ എ ഐ ലാംഗ്വേജ് ആണ്. ഗൈസ് ഇപ്പൊ തന്നെ ഞാൻ പറയുന്നത് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളൊരു സംഭവം നിങ്ങൾ വിചാരിക്കുന്നു, ആ ഒരു സംഭവം നിങ്ങൾ എ ഐക്ക് അയച്ചു കൊടുക്കുന്നു. സോ എ ഐ ലാംഗ്വേജും നിങ്ങളുടെ ലാംഗ്വേജും കംപ്ലീറ്റ്ലി എൻറ്റയർ ഡിഫറെന്റ് ആണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഞാനും പണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് എ ഐ കാര്യങ്ങൾ ചോദിച്ചിട്ട് എന്റെ ഹോംവർക്ക് ആയാലും എല്ലാ സംഭവം ആയാലും ഞാൻ +1 +2 ഒക്കെ പഠിക്കുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. സോ അപ്പോഴാണ് എനിക്ക് മനസ്സിലാവും അതായത് നമ്മുടെ ലാംഗ്വേജും എ ഐ ലാംഗ്വേജും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. ഈ ഒരു എ ഐ ടൂൾ ഒന്നിൽ കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് ഓൾറെഡി മനസ്സിലാവും. നിങ്ങളിപ്പോൾ റെസ്യൂമെ അയക്കലും അല്ലെങ്കിൽ അപേക്ഷ അയക്കുന്ന ആയാലും നിങ്ങൾ എന്ത് തയ്യാറാക്കുന്ന ആയാലും നിങ്ങൾ എ ഐയോട് ചോദിച്ച് ക്രിയേറ്റ് ആക്കാൻ നിർത്തുക. നിങ്ങൾ നിങ്ങളെ രീതിയിലൊക്കെ ക്രിയേറ്റ് ആക്കുക. ദെൻ നിങ്ങൾക്ക് ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ മാത്രം എ ഐയോട് ചോദിക്കുക, എ ഐ നിങ്ങൾ ക്ലിയർ ആക്കി തരും. സോ അത് നിങ്ങൾ സെൻഡ് ചെയ്യാൻ ശ്രമിക്കും. ഈ ഒരു എ ഐ വരുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. ബട്ട് ഇതിന്റെ മെയിൻ പ്രോബ്ലം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരുപാട് ഈ ഒരു റയർ സ്കില്ലൊക്കെയാണ് ഈ ഒരു ChatGPT അല്ലെങ്കിൽ ഈ ഒരു എ ഐ പോലുള്ളത് ഡിലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ട്രൂലി ഗൈസ് എനിക്ക് റൈറ്റ് സ്കിൽ ഒട്ടുമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ ഒരാൾ എന്നിട്ട് ഒരു ലെറ്റർ എഴുതാൻ പറഞ്ഞാൽ അഫ്കോഴ്സ് ഞാൻ എൻ്റെ ഫോർമാറ്റെല്ലാം മറന്നിരിക്കുകയാണെങ്കിൽ ഞാൻ ChatGPT ചോദിക്കും, ChatGPT എനിക്ക് സെൻഡ് ചെയ്ത് തരുന്നത്. ബട്ട് അതെല്ലാം എ ഐ ലാംഗ്വേജ് ആണ്. അതാണ് മെയിൻ പ്രോബ്ലം. സോ അതൊക്കെ നമ്മൾ തിരുത്തിയിട്ട് നമ്മൾ വീണ്ടും ചോദിക്കും എനിക്ക് എ ഐ ലാംഗ്വേജ് വേണ്ടെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് അത് വീണ്ടും സെൻഡ് ചെയ്ത് തരും. സോ റൈറ്റിംഗ് സ്കില്ല് പഠിക്കാം. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഐഡിയ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മളൊരു കാര്യം എഴുതുമ്പോഴത്തേക്ക് അതായത് എനിക്ക് ഇന്ന കാര്യം വേണം ഇന്ന സംഭവത്തിൽ പോകണമെങ്കിൽ നമ്മൾ അതിനകത്ത് എഴുതുന്നതാണ് കുറച്ച് വരിയൊക്കെ എഴുതും. ബട്ട് നിങ്ങൾ നിർത്തുക. ഇപ്പൊ എക്സാമിനായാലും കൂടുതൽ എഴുതാനായിട്ട് നമ്മൾ ഒരെണ്ണത്തിന് ആൻസർ ഇത്തുപോലാണെങ്കിൽ പോലും ഒരു 5-6 വരി എഴുതും. സോ അത് നിങ്ങൾ നിർത്തുക. അതിന്റെ ആൻസർ ആണെങ്കിൽ ആ ഒരു ആൻസർ അത്രമാത്രം എഴുതി കൊടുക്കുക, നിങ്ങൾക്ക് അതിന്റെ മാർക്ക് കിട്ടും. അതുപോലെ തന്നെ ഈ റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മളൊരു കാര്യം ഒരാളുടെ പറയാനുണ്ടെങ്കിൽ അത് എഴുതുമ്പോഴത്തേക്ക് അത് അപ്പോൾ തന്നെ അങ്ങ് കൊടുക്കാൻ ശ്രമിക്കുക. അതായത് ആൾക്കാർക്ക് റീഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകാൻ രീതിക്ക് തന്നെ ഒരു 7 ഒരു 6 ആ ഒരു വേർഡ്സ് നിർത്താണ്ട് ശ്രമിക്കുക. ഡെയിലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി ഗൈസ്, നിങ്ങൾക്ക് സെറ്റ് ആവുന്നതായിരിക്കും റൈറ്റ് സ്കില്ലും കാര്യങ്ങളൊക്കെ. ഗൈസ് ദ തേർഡ് വൺ ഈസ് ക്രിട്ടിക്കൽ തിങ്കിങ്. ഈ ഒരു സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ തന്നെ നമ്മൾക്ക് പലർക്കും ഇല്ലാത്ത സംഭവമാണ്. അതായത് ഒരു പ്രോബ്ലം നിങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ തിരിഞ്ഞും മറിഞ്ഞും അല്ലെങ്കിൽ അതിനെ ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നൊക്കെ നോക്കിയിട്ട് അതിനെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പുതിയതായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. സോ ആ ഒരു സംഭവമാണ് നമുക്കില്ലാത്ത. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രീൻ ടൈം നോക്കി അറിയാനായിട്ട് പറ്റും. ഓവറോൾ ഒരു 2 to 3 hours പ്ലസ് ഉള്ളവർക്കൊക്കെ ഈ സംഭവം ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് ഒരു 1 or 2 years മുമ്പ് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ ഈ ഫുള്ള് ഈ ഒരു അല്ലെങ്കിൽ ഞാൻ ഈ ഫുള്ള് എല്ലാ കാര്യവും ഈ ഒരു ChatGPT അല്ലെങ്കിൽ ജെമിനിയൊക്കെ നോക്കി അല്ലെങ്കിൽ ഞാൻ ഈ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്തൊക്കെ ഇരുന്നാൽ എനിക്ക് ഒന്നും തിങ്ക് ചെയ്യാൻ പറ്റില്ല. അതായത് ഒരു സംഭവം എന്റെ തരുന്നുണ്ടെങ്കിൽ ആ ഒരു സംഭവം എനിക്ക് എങ്ങനെ പ്രോപ്പറായിട്ട് ഐഡിയ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, തിങ്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് എന്റെ ഫുൾ ബ്രെയിനിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് സോഷ്യൽ മീഡിയ ആണ്. ഞാൻ സോഷ്യൽ മീഡിയ എടുക്കും, ചുമ്മാ സ്ക്രോൾ ചെയ്ത് ടൈം പോകും. എനിക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കത് പ്രോപ്പറായിട്ട് തിങ്ക് ചെയ്ത് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ലൈഫിൽ ഒരു ഡിസിഷൻ മേക്ക് ചെയ്യണമെങ്കിൽ തന്നെ എനിക്ക് പ്രോപ്പറായിട്ട് അങ്ങോട്ട് തിങ്ക് ചെയ്യാൻ പറ്റുന്നില്ല. തിങ്ക് ചെയ്യുമ്പോൾ തന്നെ ഒരുക്കുമ്പോൾ തലയൊക്കെ ഒരു വേദന രീതിയാണ്. അതെനിക്ക് എത്ര പേര് അനുഭവിച്ചിട്ടുണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ. സോ അതൊക്കെയാണ് ഈ ക്രിട്ടിക്കൽ തിങ്കിങ് ഒക്കെ വേണ്ടത്. കാരണം നമുക്ക് പ്രോപ്പറായിട്ടൊരു ഐഡിയ എടുക്കാൻ പറ്റില്ല. ഒരു സംഭവം ലൈഫിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം നമുക്ക് തന്നിട്ട് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡിസിഷൻ മേക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറ്റില്ല. നമ്മൾ തിരിഞ്ഞും മറിഞ്ഞ് തിങ്ക് ചെയ്യാൻ നോക്കിയാൽ നമുക്ക് പ്രോപ്പറായിട്ടൊരു ഐഡിയ വരില്ല. കാരണം നമ്മുടെ ലൈഫിലെ പകുതി മണിക്കൂർ, ഒരു ദിവസത്തെ ഒരു 24 മണിക്കൂർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു 16 8 മണിക്കൂറൊക്കെ നമ്മൾ ഫുൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ്. അതാണ് മെയിൻ പ്രോബ്ലം. ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ നമ്മുടെ ഈ ജെൻസി ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലമാണ് ക്രിട്ടിക്കൽ തിങ്കിങ്. അതായത് ഒരു പ്രോബ്ലം വന്നാൽ അതിനെക്കുറിച്ച് എങ്ങനെ സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ തന്നാൽ അതെങ്ങനെ ഡിസിഷൻ മേക്ക് ചെയ്യാം എന്നൊന്നും ആർക്കും അറിയില്ല. സോ ഗൈസ് ഈ ഒരു സോഷ്യൽ മീഡിയ ഒന്നെടുത്ത് കളയാതെ ഞാൻ പറയുന്നില്ല. ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്, ഡിറ്റോക്സ് ആയിട്ടുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ്. ജസ്റ്റ് ടൈമർ ഫിക്സ് ചെയ്യുക, ദെൻ യൂസ് ചെയ്യുക. ഈ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് നിങ്ങൾക്ക് ഒരുപാട് കാര്യത്തിൽ യൂസ്ഫുൾ ആവും. അതായത് നിങ്ങളിപ്പോൾ ഒരു സെയിൽസ് കാറ്റഗറി പെട്ട ആൾക്കാരാണെങ്കിലും അതുപോലെ നിങ്ങൾ എന്തെങ്കിലും ഈ ഒരു സംഭവം ഞാൻ ഡിപ്ലോയ് ചെയ്താൽ അത് എത്രമാത്രം യൂസ്ഫുൾ ആണ് ഫ്യൂച്ചറിൽ. സോ അതിനൊക്കെ നമ്മൾ തിങ്ക് ചെയ്യേണ്ടി വരും. നിങ്ങൾ ജസ്റ്റ് ആലോചിച്ച് നിങ്ങൾക്ക് എത്ര പേർക്ക് ക്രിട്ടിക്കൽ തിങ്കിങ്ങിന്റെ സ്കിൽ ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ട്രൈ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് സെയിൽസ്.
നിങ്ങൾക്ക് എന്തായാലും കൺഫ്യൂഷൻ വരും. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നില്ലല്ലോ, ബിസിനസ് ചെയ്യില്ലെങ്കിൽ ഞാൻ സെയിൽസ് ഒന്നും ചെയ്യുന്നില്ലല്ലോ. സോ സെയിൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബിസിനസ് കാറ്റഗറി പെട്ടത് മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ സ്കില്ല് മറ്റൊരാൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ജോലിക്ക് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കില്ല് മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ എന്തും ആയിക്കോട്ടെ മറ്റുള്ളവരിലേക്ക് എങ്ങനെ എത്തിക്കാനായിട്ട് പറ്റും. സോ അതിനെ നമുക്ക് സെയിൽസ് എന്ന് വിളിക്കാനായിട്ട് പറ്റും. ഇത് ബെസ്റ്റ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ നിങ്ങളുടെ കോണ്ടന്റ് സെറ്റ് ആക്കുക. അതായത് ഇന്ന സംഭവമൊക്കെയാണെന്ന് വെച്ച് കോണ്ടന്റ് സെറ്റ് ആക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ക്ലയൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരും. നമ്മൾ മെയിൻ ആയിട്ട് പെട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓഫ്ലൈനിൽ പോകുമ്പോഴത്തേക്കാണ്. നമ്മൾ ഈ ഓഫ്ലൈനിൽ പോകുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് കാര്യം ശ്രദ്ധിക്കേണ്ട വരുന്നുണ്ട്. അതുപോലെ നമ്മൾ ഒരുപാട് കാര്യം മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെ ഒരു സെയിൽസ് ഈ ഒരു കാറ്റഗറി പെട്ട സംഭവമാണ്. ഇപ്പോൾ എനിക്കൊരു ജോലി വേണം, ഞാനൊരു ഫ്രീലാൻസർ ആണ്, എനിക്ക് ജോലി വേണം. ജോലി ചെയ്യണമെങ്കിൽ തന്നെ ഞാൻ ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരാളെ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ പറയും വിത്തിൻ 1 മിനിറ്റ് കൊണ്ട് എന്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ്, ഞാൻ ഏതൊക്കെ കമ്പനീസ് വർക്ക് ചെയ്തിട്ടുണ്ട്, എന്റെ പോർട്ട്ഫോളിയോ, എല്ലാ കാര്യങ്ങളും എനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം. അതായത് എന്റെ സ്കിൽസ് എന്തൊക്കെയാണ്, എനിക്ക് എന്തൊക്കെ അറിയാനായിട്ട് പറ്റും. വിത്തിൻ 1 മിനിറ്റോ 2 മിനിറ്റോ ഉണ്ട് എനിക്ക് ഫുള്ളായിട്ട് ഒരു മിസ്റ്റേക്കിലും പറ്റാതെ എനിക്ക് ഫുള്ളായിട്ട് ആ ഒരു ആളെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കണം. സോ ദാറ്റ് ഈസ് സെയിൽസ്. നമ്മളൊരു കഴിവ് നമുക്ക് മറ്റുള്ളവർക്ക് എത്തിക്കാനായിട്ട് പറ്റും. സോ അതിനെ നമുക്ക് സെയിൽസ് എന്ന് വിളിക്കാനായിട്ട് പറ്റും. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് AI ആൻഡ് കോണ്ടെക്സ്റ്റ് എഞ്ചിനീയറിംഗ്. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാൻ പറ്റൂല ഗൈസ്. ഈ ഒരു സംഭവത്തിൽ നിങ്ങളുടെ ഫേവറേറ്റ് AI എന്താണെന്ന് കമന്റ് ആക്കേണ്ട മറക്കണ്ട. സോ എന്റെ ഫേവറേറ്റ് AI ക്ലൗഡ് AI ആണ്. അത് എനിക്ക് ഇപ്പോഴേ പറയാം. ഈ ഒരു AI കാലഘട്ടത്തിൽ നമ്മളെല്ലാം, അതായത് നമുക്ക് ഹെൽപ്പ് ആയിക്കോട്ടെ എല്ലാ സംഭവവും നമ്മൾ തേടുന്നത് ഈ ഒരു AIയുടെയാണ്. എനിക്ക് ഹോംവർക്ക് ആയാലും അല്ലെങ്കിൽ എനിക്ക് കോണ്ടന്റ് ആയാലും എനിക്ക് എന്തൊക്കെ ആയാലും ഞാൻ ചോദിക്കുന്നത് AI ആണ്. ഞാൻ പറഞ്ഞില്ല നമുക്ക് ആർക്കും ക്രിട്ടിക്കൽ തിങ്കിങ് ഇല്ലല്ലോ. സോ അതുകൊണ്ട് നമ്മൾ AIയോട് ചോദിക്കുന്നത്. അപ്പോൾ AIയോട് ചോദിക്കുമ്പോഴത്തേക്ക് നമ്മൾ സാധാ പോലെ ചോദിക്കും AI ഒന്നെങ്കിലും മലയാളം ചോദിക്കും, ഇംഗ്ലീഷ് ചോദിക്കും. അപ്പോൾ അത് മലയാളത്തിലാണെങ്കിൽ എന്താണ് AI എനിക്ക് ഇന്നത്തെ കണ്ടന്റ് അല്ലെങ്കിൽ നെക്സ്റ്റ് 7 ഡേയ്സിലെ കണ്ടന്റ് തരണം, അല്ലെങ്കിൽ ഇപ്പം ഇനി ഹോംവർക്ക് ആണ് ഇന്ന പ്രോബ്ലം സോൾവ് ചെയ്ത് തരണം. അതൊക്കെ AI നമുക്ക് തരും. അതൊക്കെ നമ്മൾ നമ്മുടെ ലാംഗ്വേജിലാണ് ചോദിക്കുന്നത്. ബട്ട് ഈ ഒരു സംഭവം നിങ്ങൾ റിയൽ ലൈഫിൽ, അതായത് നിങ്ങളൊരു ജോലിക്ക് വേണ്ടി ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളോട് ചോദിക്കേണ്ടത് AIയുടെ ലാംഗ്വേജിലാണ്. അതായത് ഇപ്പൊ നമുക്കൊരു ഇമെയിൽ അയക്കണം. അപ്പൊ ഇമെയിൽ അയക്കാനായിട്ട് എനിക്കൊരു കമ്പനി ഇമെയിൽ അയക്കാനായിട്ട് ഞാൻ AIയോട് ചോദിക്കുകയാണ് എനിക്കൊരു ഇമെയിൽ വേണം എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഒരു അപേക്ഷയാണ്, ഒരു ജോബ് ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്യാനായിട്ട്. അപ്പൊ ഞാൻ ക്ലൗഡ് സെൻഡ് ശേഷം എനിക്കൊരു ജോബ് ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്യാനായിട്ട് ഇന്ന ജോബാണ്, എനിക്കൊരു റിക്വസ്റ്റ് വേണം. ആ ഒരു ക്ലൗഡ് നമുക്ക് ആ ഒരു ഫോർമാറ്റിൽ എല്ലാ സംഭവം സെൻഡ് ചെയ്യുന്നതായിരിക്കും. ബട്ട് ദ മെയിൻ പ്രോബ്ലം ഈസ് അതിനകത്ത് AI എഫക്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ അത് പ്രോപ്പർ ഫോർമാറ്റ് ആയിരിക്കില്ല. നേരെ മറിച്ച് എനിക്ക് ഇന്ന ആക്കാണ് സെൻഡ് ചെയ്യേണ്ടത്, ഇതൊക്കെയാണ് എൻ്റെ ആ ഒരു ഉള്ളടക്കം, അതുപോലെ തന്നെ എൻ്റെ കാറ്റഗറി ഇതൊക്കെയാണ്, ഞാൻ ഇത്ര വർഷം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് വിവരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്ലൗഡ് AI നമുക്ക് എന്താണ് വേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് തരുന്നതായിരിക്കും. സോ ഇതാണ് AI കോണ്ടെക്സ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. AI എങ്ങനെ യൂസ് ചെയ്യുന്നതല്ല, AIയുടെ ലാംഗ്വേജ് പഠിച്ച് AI എങ്ങനെ പ്രോപ്പറായിട്ട് നമ്മുടെ റിയൽ ലൈഫിൽ ഡിപ്ലോയ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. അതായത് നിങ്ങളിപ്പം ഒരു IT ഫീൽഡ് മേഖല ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് AI യൂസ് ചെയ്ത് നിങ്ങളുടെ ജോലി എങ്ങനെ ഈസിയാക്കാൻ പറ്റും അത് നിങ്ങൾ പഠിച്ചിരിക്കണം. ഗൈസ് നിങ്ങൾക്ക് ഞാൻ ഒരു ഉറപ്പ് തരാം, നെക്സ്റ്റ് 2 to 3 years കൊണ്ട് തന്നെ ഈ ഒരു AIയുടെ ഒരു വിപ്ലവം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. നിങ്ങൾ പ്രോപ്പറായിട്ട് ഒരു AI യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പോലും ഈ ഒരു ഫീൽഡിൽ, അതായത് ഈ ഒരു 2026 നിങ്ങൾ ഏറ്റവും ലാസ്റ്റ് ആണ്. ഡെയിലി 10 മിനിറ്റെങ്കിലും നിങ്ങൾക്ക് AIക്ക് വേണ്ടി മാറ്റി വെക്കണം. ഇത്ര മാത്രമേ ഉള്ളൂ സംഭവം. അതായത് ഈ ഒരു AI എങ്ങനെ യൂസ് ചെയ്യാൻ പഠിച്ചാൽ മാത്രം പോരാ, എങ്ങനെ AIയുടെ ലാംഗ്വേജ്, അതായത് നമ്മളിപ്പോൾ മനുഷ്യന്മാരെ സംസാരിക്കൂല അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഫ്രണ്ട്സിനെ സംസാരിക്കൂലേ, സോ അതുപോലെ തന്നെ AIക്കും ഓരോരോ ഭാഷയും. AI വന്നു, AI യൂസ് ചെയ്യാൻ അറിയാം, നമ്മുടെ എല്ലാ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് AI യൂസ് ചെയ്തിട്ടാണ്. ബട്ട് AIയുടെ പ്രോപ്പറായിട്ട് സംസാരിക്കാൻ അറിയില്ല. ദിസ് ഇസ് ദ മെയിൻ റീസൺ. സോ ഡെയിലി ഒരു 10 മിനിറ്റ് മാറ്റി വെച്ച് AI എന്താണ്, അതുപോലെ AI എത്ര ഉണ്ട് എന്നൊക്കെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഗൈസ് നിങ്ങൾ ബാക്കിലായി പോകും, ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. സോ ഗൈസ് ഇത്രയൊക്കെ തന്നെയാണ്. ഈ 5 സ്കില്ലും സാധിച്ചാൽ മാത്രം മതി. നിങ്ങളിപ്പോൾ ഏതൊരു ജോലി ആയാലും, നിങ്ങൾ സ്റ്റുഡന്റ് ആയാലും, നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നെക്സ്റ്റ് 5 to 10 years നിങ്ങൾക്ക് ഈ ഒരു സംഭവം കൊണ്ട് AI can't replace. അതായത് നിങ്ങൾക്ക് ഇതെല്ലാം അറിയാമെങ്കിൽ ഗൈസ് നിങ്ങൾ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് നിങ്ങളുടെ ലൈഫിൽ നടത്തിയിട്ടുള്ളത്. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്. ഇത്ര മാത്രമേ എനിക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. ആൻഡ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെന്ന് തോന്നുന്നു, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട, ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട. സോ നിങ്ങൾക്ക് എന്ത് ടൈപ്പ് കണ്ടന്റ് വേണമെന്ന് കമന്റ് ആക്കേണ്ട മറക്കണ്ട. അപ്പോൾ ഇതിൽ മികച്ച അടുത്ത വീഡിയോ കാണാം. അപ്പോൾ സീ യു ഗൈസ്. എല്ലാ ഫ്രണ്ട്സിനും ബൈ.